എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് സൂപ്പർ ചെക്കിങ് ഇനി വരാൻ പോകുന്നു. അതിൽ തോറ്റാൽ കിട്ടിയ ലൈസൻസ് മരവിപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഉള്ള ലൈസൻസ് കളയും. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു വാർത്തയാണ്. ഈ വാർത്ത സത്യമാണെങ്കിൽ മലയാളിയുടെ മുകളിലോട്ട് പുതിയൊരു കോടാലിയും കൂടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ 116 കമൻ്റുണ്ട്. 116 കമൻറ്റും തെറിയുടെ പൂരമാണ്. കാരണം ജനത്തിന് അത്രയും ഈ പരിപാടി ഇഷ്ടപ്പെട്ടു. തെറി എന്ന് പറഞ്ഞാൽ പച്ച തെറി, വെളി പറയാൻ മേലാത്തത് കൊണ്ട് അതെടുത്ത് വെച്ച് പറയുന്നില്ല. ഇനി അടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ദിവസങ്ങളിൽ കണ്ടത്, ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വാഹനം അല്ലെങ്കിൽ സ്വന്തം പേരിലല്ലാത്ത വാഹനം വേറൊരാൾ ഓടിച്ച് പിടിച്ചാൽ 5000 രൂപ പിഴ. എന്നാണെന്നറിയാവോ? അതിന് ഡ്രൈവർക്ക് ഒരു ഓതറൈസേഷൻ ലെറ്റർ പ്രധാനപ്പെട്ട രേഖയായിട്ട് കൈ കാണണം. പണ്ട് കൊറോണയുടെ സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എഴുതിക്കൊണ്ട് പോകില്ല വീട്ടിൽ നിന്ന്. ഫ്രം ഇന്നയാൾ, പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഞാൻ ഇന്നടത്തുനിന്ന് ഇന്ന ആവശ്യത്തിന് ഇന്നടത്ത് വരെ പോകുന്നു, ഇപ്പോൾ സമയത്ത് പോകുന്നു, ഇന്ന സമയത്ത് തിരിച്ചു വരും എന്ന പേര്, ഒപ്പ്, മൊബൈൽ നമ്പർ, പ്ലേസ്, ഡേറ്റ്. ഇതാണ് ഓതറൈസേഷൻ. ഇത് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇത് എന്നിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് കയ്യിലില്ലെങ്കിൽ സമ്മതിക്കല. ഇങ്ങനെയായിരുന്നു അന്നത്തെ ഓതറൈസേഷൻ. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 197 പ്രകാരം വാഹന ഉടമയുടെ അനുമതി പ്രകാരമല്ലാതെ മറ്റൊരാൾ ആ വാഹനം ഓടിച്ചാൽ അത് കുറ്റകരമാണ്. അതിന് 5000 രൂപ പിഴയോ തടവോ ലഭിക്കാം. ഓതറൈസേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഉദ്യോഗസ്ഥൻ വാഹനം പരിശോധിക്കുമ്പം ഈ വാഹനം അടിച്ചോണ്ട് വന്നതാണോ അല്ലയോ, മോട്ടിച്ചോണ്ട് വന്നതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധനയും ഈ പിഴയും. ഓതറൈസേഷനിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? എഴുതിയ തീയതി, എഴുതിയ സ്ഥലം, വാഹനത്തിൻ്റെയും ഉടമയുടെയും പൂർണ്ണമായ വിശദാംശങ്ങൾ, അഡ്രസ്സ് സഹിതം എല്ലാം, ആധാർ വിവരങ്ങൾ, ഓടിക്കാൻ അനുമതി നൽകിയ കാലയളവ് എന്നിവ ഇതിൽ വ്യക്തമാക്കിയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഓതറൈസേഷൻ ലെറ്റർ ഒക്കുള്ളൂ. എന്ന് മാത്രമല്ല, ഈ വാഹന ഉടമയും ഡ്രൈവറും തമ്മിൽ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുകയും വേണം. അല്ലാതെ ഇതിന് നിയമസാധുതയില്ല. ഇതിൻ്റെ അടിയിൽ, ഈ പോസ്റ്റിൻ്റെ അടിയിൽ 2000 കമൻ്റ് ഉണ്ട്. മുഴുവൻ തെറി. തെറി എന്ന് പറഞ്ഞാൽ പരത്തെറി. ഇതൊന്നും വെളി പറയാൻ കൊള്ളില്ല. അതുപോലെ ജനം കലിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി അതിനകത്തൊരു രസം പറയാം, അല്ല യാഥാർത്ഥ്യം പറയാം. കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ മിക്ക വീടുകളിലും ഓരോ കാറുണ്ട്. അത് മാരുതി 800 തൊട്ട് അങ്ങ് മുകളിലോട്ടുള്ള വലിയ കാറുകൾ സഹിതം എല്ലാം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും 2 വൃദ്ധരായ മാതാപിതാക്കളും ഉണ്ട്. ഇവർക്കൊട്ട് വണ്ടി ഓടിക്കാൻ അറിയത്തുമില്ല. വിദേശത്തുള്ള മക്കളുടെ പേരിലാണ് ഈ വണ്ടി കിടക്കുന്നത്. മക്കളുണ്ടോ, അത് പേര് മാറ്റി കൊടുക്കാൻ പോകുന്നു. ഈ പ്രായമായ കാരണന്മാരുടെ പേരിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവർ മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്നാ കാണിക്കും? ഇത് പണ്ട് എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ മകന് സ്വത്ത് എഴുതി കൊടുത്തു. എന്നിട്ട് അയാൾ എഴുതി വെച്ചു, ഈ മകൻ്റെ കാലശേഷം സ്വത്തിനല്ല അവകാശി ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. കുട്ടായി ചേട്ടൻ എന്ന് പറഞ്ഞൊരാളാണ് എഴുതി വെച്ചു. എന്ന് പറഞ്ഞ പോലെ വിദേശത്ത് കിടക്കുന്ന മക്കൾക്ക് ഈ കുഴിയിലോട്ട് കാലം നീട്ടിരിക്കുന്ന കാരണന്മാരുടെ പേരിലോട്ട് ഇത് എഴുതി കൊടുക്കാൻ പറ്റുമോ? പറ്റിയല്ല. അതുകൊണ്ട് മക്കളുടെ പേര് വണ്ടി കിടക്കുക. ഈ ഓഞ്ഞ MD ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന നിയമം എന്നാണെന്നറിയാവോ? ആ മക്കളെ കൊണ്ട് ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കണം. ആകെ മൊത്തം ഈ കാറ് വഴിയിലിറങ്ങുന്നത് മാസത്തിൽ 4 ദിവസമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് വള്ളിയിൽ പോകണം. പിന്നെയുള്ളത് ആഴ്ചയിൽ ഒരു ദിവസമോ വല്ല ഇച്ചിരി സാധനം മേടിക്കാൻ പോകണം. വല്ല ഓട്സോ ഗീഡ്സോ ഒക്കെ മേടിക്കാനാണ് പോകുന്നത്. ഡ്രൈവറെ കിട്ടുമോ സ്ഥിരമായിട്ട്? ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിക്കും, അവൻ വരും. കാർ ഓടിക്കാൻ അറിയാവോ? അറിയാം. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഈ കാർ കൊണ്ട് അവിടം വരെ ഒന്ന് പോകാമെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ അവിടെ ഒതുക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ഓട്ടോറിക്ഷക്കാരനോട് പ്ലേസും ഡേറ്റും തീയതിയും വെച്ച ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കാൻ പറ്റുമോ? എന്നാ കുറച്ച നിയമങ്ങളുമായിട്ടാണ് ഇവന്മാർ ഇറങ്ങുന്നത്. എന്നാ ഇടപാടാണ് ഇത്? അല്ലെ സർക്കാർ ഒരു കാര്യം ചെയ്യട്ടെ, കുറേ ഓതറൈസേഷൻ ഉള്ള ഡ്രൈവർമാരെ ഉണ്ടാക്കട്ടെ. ഓരോ പഞ്ചായത്തിലൂടെ ഇത്ര പേരെ അങ്ങ് വെച്ചേക്കട്ടെ, അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാം. ഇത് വയ്യാത്ത പട്ടി കയ്യാലെ കയറി എന്ന് പറഞ്ഞ പോലെ എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത കുറേ നാറികൾ ഇതിൻ്റെ തലപ്പത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ മൊത്തം പ്രശ്നമായല്ലോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ അറ്റാക്ക് ഉണ്ടായി, വഴി വീണു. വഴിയിൽ അറ്റാക്ക് ഉണ്ടായി വീണ ഒരുത്തനെ ഓതറൈസേഷൻ ലെറ്ററുള്ള ഡ്രൈവർ വന്നാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഈ KSRTCയിലെ ഡ്രൈവർമാർക്കെല്ലാം ഓതറൈസേഷൻ ലെറ്റർ കയ്യിലുണ്ടോ? ഉണ്ടോ? ഈ എന്നതാ ഇടപാട്?
എന്നതാ ഈ കാണിക്കുന്നത്? ഇനി കഴിഞ്ഞ ദിവസം പത്രത്തിൽ കിടക്കുന്നുണ്ട്, KSRTCയിലെ സൗകര്യങ്ങൾ കണ്ടിട്ട് കാറ് വിറ്റെന്ന് ആരാണ്ട്. ഏത് നാറിയാ കാറ് വിറ്റെന്നൊന്നും അറിയണമല്ലോ. KSRTCയിലെ സൗകര്യം കണ്ടിട്ട് 2 തെറിയും കൂടെ പറയാൻ എനിക്ക് വരുന്നത്. ഈ KSRTC ഒന്ന് കഴുകിയിട്ടിട്ട് ഇത് കൂട്ടും ചെറ്റത്തരം വിളിച്ച് പറഞ്ഞായിരുന്നു അന്തസ്സുണ്ടായിരുന്നു. KSRTC കയറി ഇരുന്നതാണ്, എൻ്റെ ഒരു ഷർട്ടും പാൻറ്റും മുഴുവൻ പോയി. ഇനി ജീവിതകാല ജനത്തെ കയറി ഒരു സൂപ്പർ ഭാഷ കയറിയാ ഇങ്ങനെ ഇരുന്നൊരു സൂപ്പർ ഭാഷയിൽ മലബാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്നാ കണ്ടിട്ടാണ് ഇയാൾ ഈ വർത്തമാനം പറയുന്നത്? വേറൊന്നും തള്ളുകണ്ടു. ഗവൺമെൻറ് ആശുപത്രിയിലെ സൗകര്യം കണ്ടിട്ട് എനിക്ക് കത്തയച്ച ഒരു മനുഷ്യൻ്റെ ഭാര്യ നിരന്തരം നിർബന്ധിക്കുന്നു പറയാൻ. ഗവൺമെൻറ് ആശുപത്രി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഗവൺമെൻറ് ആശുപത്രി. ആ ഗവൺമെൻറ് ആശുപത്രി കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയുകയും ചെയ്യും ആൾക്കാർ. അടുത്തതുള്ളത് വേറൊരുത്തം പറഞ്ഞു കേട്ടോ, കേരളത്തിൽ വിലക്കയറ്റം ഇല്ലെന്ന്. അന്നേരം ഒരു വീട്ടമ്മ പറഞ്ഞത് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച് കയറ്റിയാലേ ഈ വിലക്കയറ്റം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് കൂട്ട് കുറേ എന്നാന്നാ പറയുന്നത്, ഒരു മറ്റേ സൈസ് തള്ളുമായിട്ട് കുറേ നാറികൾ. ഒരു കാര്യം ചോദിക്കട്ടെ, മന്ത്രിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ റൈറ്റ് ടു റീകോൾ എന്ന് പറഞ്ഞാൽ പൊതിയാനെ ഇവിടുന്ന് ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടു. ഇവനെ കൊണ്ട് ശല്യം ഉള്ളെങ്കിൽ ഇവനെ തിരിച്ചു വിളിക്കാനുള്ള വകുപ്പ് ഒരെണ്ണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് ഉറപ്പിക്കാം. ജനം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടു. ജനത്തിന് കൊള്ളുകയില്ലെന്ന് തോന്നിയാൽ ആ മണ്ഡലത്തിലെ ആൾക്കാർ പറയുക ഞങ്ങൾക്കിത് തിരിച്ചു വിളിക്കണം എന്ന് അവരുടെ അഭിപ്രായത്തോട്ട് വന്നാൽ തിരിച്ചു വിളിക്കുന്ന രീതി നിയമം ഉണ്ടാക്കി വെക്കാൻ ധൈര്യമുണ്ടോ? എത്ര എണ്ണം തിരിച്ചു പോകുമെന്ന് കാണിക്കാം. ഇപ്പം ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ കേരളം എന്ന പേര് മാറ്റേണ്ടി വരും. ഒന്നേ കോത്താഴം എന്നാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഊളംപാറ എന്നാക്കേണ്ടി വരും. കാരണം ഇത് കൂട്ട് വിവരക്കേട് തന്നെയാണ് പറയുന്നത്. ഇനി ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ സർക്കാരിന് പണം ഉണ്ടാക്കാനല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് ഇതുപോലെ തള്ളിക്കയറ്റണമെങ്കിൽ ആരെയും കൊള്ളയടിക്കണം. അപ്പോൾ തലപ്പത്തിരിക്കുന്ന സാറുമാരോട് ചോദിക്കും എങ്ങനെ ജനത്തിനെ കൊള്ളയടിച്ച് പൈസ മേടിക്കാം. ഉടനെ സാറുമാർ ആലോചിക്കും ഏതാ വകുപ്പുള്ളത്. അന്നേരം പറയും അന്നൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്ത് ഇങ്ങനെ ഒരു നിയമം കിടപ്പുണ്ട്, ഒന്നുകൂടെ ടെസ്റ്റ് നടത്താം. വഴിയെ പോകുന്ന മനുഷ്യനൊക്കെ 60-70 വയസ്സുള്ള മനുഷ്യനൊക്കെ ടെസ്റ്റ് നടത്തിയാൽ ടെസ്റ്റ് പാസ്സാകുമോ? ടെസ്റ്റ് പാസ്സാകുകയില്ല. അപ്പം വേറൊരു കാര്യമുണ്ട്, ടെസ്റ്റിന് ആപ്ലിക്കേഷൻ ഫീസായി, അതിൻ്റെ മുകളിലൊട്ടിക്കുന്ന റവന്യൂ സ്റ്റാമ്പായി, പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ പൈസയായി, മറ്റേതായി മാങ്ങാത്തൊലിയായി, ലാസ്റ്റ് സർക്കാരിലോട്ട് ഫീസായി, എല്ലാം കൂടെ ആയിരക്കണക്കിന് 3.5 കോടി ജനത്തിനകത്ത് ഒരു 2.5 കോടി ജനം ലൈസൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ന്യായം പൈസ വന്ന് കയറുകയല്ലേ? നമുക്കങ്ങ് തള്ളാമല്ലോ. 38% ഒടുങ്ങാനായിട്ട് ഇനിയും കൂട്ടി കൊടുക്കാൻ പോകല്ലേ? 38% കൂട്ടി കൊടുപ്പിക്കാം. 2 കൽപ്പിച്ച് തന്നെയാണ് ജനം നിൽക്കുന്നത്. 38% ഒന്ന് പ്രഖ്യാപിച്ചേ ശമ്പളം, എന്നിട്ടത് 2 വർഷം മുൻകൂർ പ്രാബല്യത്തിൽ കൊടുക്കാനൊന്ന് പ്രഖ്യാപിച്ചേ, നടത്താവുന്നില്ലോ എന്ന് നമുക്ക് നോക്കാം. 2 കൽപ്പിച്ച് തന്നെയാണ് കേരളത്തിലെ ജനം നിൽക്കുന്നത്. ഒന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ? പ്രഖ്യാപിക്കുക, കളി കാണിച്ചു തരാൻ എന്നാന്നുള്ളത്. 2 കൽപ്പിച്ച് തന്നെയാണ് ജനം നിൽക്കുന്നത്. അതിൻ്റെ പുറകെ നിൽക്കാൻ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കും ഈ രീതിയിൽ അങ്ങോട്ട് കൊള്ളയടിച്ചോ, വീണ്ടും ടെസ്റ്റ് നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സർവീസിൽ കയറിയവന്മാരെ പലരെയും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിച്ചവന്മാർ ഇനി 2ാമത് എഴുതിച്ചവന്മാർ ജയിക്കുമോ? വിദ്യാഭ്യാസ മന്ത്രിക്ക് 9543 എന്ന് പറയാൻ അറിയത്തില്ല, അയാൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയാൽ ജയിക്കുമോ? തിരുവനന്തപുരത്ത് ഒരു ഓഞ്ഞ LLB പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. അതിനകത്തുനിന്ന് ഇറങ്ങിയ അഡ്വക്കേറ്റുമാരല്ലേ ഇതിനകത്തുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എഴുതിയാൽ ജയിക്കുമോ? ഒന്നുമില്ല. ജനത്തിനോട് കൊള്ളരുതായി കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടി എന്നതേലും ഉണ്ടാക്കാൻ ഇതിനൊരു പരിഹാരവും കൂടെ ഉണ്ട്. ആ പരിഹാരം എന്താണെന്ന് ഞാൻ ആറന്മുളക്കാരോടും പത്തനാപുരംകാരോടും പറയാം. ഒരു 3 മാസത്തിനുള്ളിൽ ഇവനെയെല്ലാം നിങ്ങളുടെ കൈ കിട്ടും. നാട്ടുകാരോട് പറയട്ടെ, 3 മാസത്തിനുള്ളിൽ ഇവന്മാരെ എല്ലാം കൈ കിട്ടും. അപ്പോൾ ചോദിക്കണം എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയവർക്കെല്ലാം വീണ്ടും ടെസ്റ്റ് ഉണ്ടോ? ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എതിര് നിൽക്കുന്ന ഒരു കുറ്റിച്ചൂലാണെങ്കിൽ പോലും അവന് കയറി കുത്തണം. ഇവനെ കുത്തരുത്, ഇവനെന്ന് നിയമസഭയിൽ എത്തിക്കരുത്. പത്തനാപുരംകാരുടെ കാലെ പിടിച്ചപേക്ഷിക്കുന്നു, ദയവ് ചെയ്ത് ഒരു കുറ്റിച്ചൂൽ നോട്ട് ചെയ്താലും ഇവനെ ഒന്നും ജയിപ്പിച്ച് വിടരുത്. ഇനി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾ ഈ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. എന്നാണെന്നറിയാവോ? ഇനി ഏതായാലും ഒരു വലിയ കക്ഷി ഈ ഒറ്റ സീറ്റുള്ള ഈർക്കിലി പാർട്ടികൾ ജയിച്ചു വന്ന ഇവന്മാർ മന്ത്രിമാരായിട്ട് വരും. അന്നേരം ഗതാഗതം ഇന്നാ പിടിച്ചോളാൻ പറയും. അങ്ങനെ വരുമ്പം ഇതെല്ലാം നമ്മുടെ തലയിലോട്ട് വരും. അതുകൊണ്ട് പത്തനാപുരംകാരെ, ആറന്മുളക്കാരെ, ഈ പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ അവസരം കിട്ടും. കേരള ജനത നിങ്ങളുടെ മുമ്പിൽ കാല് പിടിച്ചു പറയുക, ഈ പ്രാവശ്യം അവസരം കിട്ടുമ്പം ആറന്മുളക്കാരും പത്തനാപുരംകാരും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. എത്തിക്കരുത് അവിടെ. മലന്ന് കിടന്ന് നിങ്ങൾ തുപ്പരുത്. നിങ്ങളുടെ മുതുകത്തോട്ട് തന്നെ ഇത് വരും.
70 വയസ്സുള്ളവർക്കും 60 വയസ്സുള്ളവർക്കും ഒന്നും വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ അവർ ജയിക്കില്ല. എന്നാ ചെയ്യും നമ്മൾ? ഇനി പറയട്ടെ, ഓതറൈസേഷൻ ലെറ്റർ വല്ല കാലത്തും കിട്ടുന്ന ഡ്രൈവർക്ക് എഴുതി മേടിക്കാൻ പറ്റുമോ? നടക്കുകയില്ല. മന്ത്രിയോടും പറയട്ടെ, വാഹനം മോഷ്ടിക്കാതിരിക്കാനാണെങ്കിൽ ഒരു പണിയുണ്ട്. എന്നാ ചെയ്യണമെന്നറിയോ? പോർച്ചിന് അകത്തോട്ട് വണ്ടി കയറ്റിയിടണം, 4 വശവും കോൺക്രീറ്റ് അങ്ങ് ചെയ്യണം, ഭിത്തി മുഴുവൻ അങ്ങ് കോൺക്രീറ്റ് ചെയ്യണം. ഈ വണ്ടി അതിനകത്ത് കിടന്നോട്ടെ, വെളിയിലിറങ്ങിയെങ്കിലല്ല മോട്ടിക്കുള്ളൂ. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ നല്ല സൈക്കാട്രിസ്റ്റുമാരെ കാണുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ കണ്ടിട്ട് 2 ഗുളിക കഴിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ജനത്തിൻ്റെ മുതുകത്തേക്ക് ഉരുണ്ട് കയറുന്ന പരിപാടി കണ്ടമാനമായി കഴിഞ്ഞാൽ കോടതികളിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ട ഏത് സംഭവവും ഇംപ്ലിമെൻറ്റ് ചെയ്തോ, നിങ്ങൾ നടത്തിക്കോ, ഞങ്ങളത് ചോദ്യം ചെയ്ത് കാണിക്കാം, തടഞ്ഞു കാണിക്കാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.